മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അബുദാബി യാത്രയിൽ അവിസ്മരണീയമായ ഒരു പേര് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അതിനുശേഷം 2-3 വാക്കുകൾ കൂടിയുണ്ട്. അദ്ദേഹം അബുദാബിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഷെയ്ഖിൻ്റെ ഫാമിലിയിലുള്ള ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ CEO ആണ്. അദ്ദേഹം ഈ അബുദാബിയിലെ ഭാരതീയ വിദ്യാഭവനിലെ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് വന്നിരുന്നു. അപ്പൊ ഷെയ്ഖുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. ഷെയ്ഖിന്റെ ഫാമിലികളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. വളരെ വളരെ നല്ല രീതിയിൽ ഒരു ചിരകാല സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചു. ഈ ഭാരതീയ വിദ്യാഭവനിലെ രാമേന്ദ്രമേനോൻ സാറ്, ചെയർമാനായിട്ടുള്ള രാമേന്ദ്രമേനോൻ സാർ എന്നെ പരിചയപ്പെടുത്തിയതും ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന് വരെ പതിവില്ലാത്ത വിധത്തിൽ ഈ ഭാരതീയ വിദ്യാഭവന്റെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ അവിടെ പോയ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ 6,800 പ്രഭാഷണം നടത്തിയിട്ടുള്ളതിൽ ഒരിടത്തും നടക്കാത്ത വിധത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ മഹാരാജാസ് കോളേജിൽ MSc പഠിച്ചപ്പോൾ മഹാരാജാസ് കോളേജിന്റെ ചിത്രം അവിടെ പുറകിൽ സ്ക്രീനിൽ വരും. ഹൈദരാബാദിൽ PhD എടുത്തു. അപ്പോൾ IICT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, റീജിയണൽ റിസർച്ച് ലാബറട്ടറി ട്രിവാൻഡ്രം, റീജിയണൽ റിസർച്ച് ലാബറട്ടറി ഹൈദരാബാദ്, അതിന്റെ ചിത്രം വന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർക്ക് ചെയ്തു. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയുടെ ചിത്രം വന്നു. ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നിന്ന സ്ഥലത്ത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അവിടേക്ക് പോയിട്ടുണ്ട്. പ്രഭാഷണം നടത്തിയല്ല, അദ്ദേഹം പ്രഭാഷണം നടത്തിയ സ്ഥലത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നിരുന്നു. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് എനിക്ക് തന്നിട്ടുണ്ട്, ഓസ്റ്റ്വാൾഡ് അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ ചിത്രം വന്നു. അങ്ങനെ എന്തെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എന്നെ കുറിച്ച് പറഞ്ഞോ അതെല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ചിത്രം സ്ക്രീനിൽ കാണിച്ചുകൊണ്ടായിരുന്നു ഈ വിവരണങ്ങൾ മുഴുവനും കൊടുത്തത്. അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു വിവരണം കൊടുത്തത്. അത് മുഴുവനും കണ്ട ഈ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഫാമിലിയിലുള്ളവരുടെ CEO ഞാൻ അത്ഭുതത്തോടുകൂടി കുറേ നേരം ഇങ്ങനെ ഇരുന്നെന്ന് മാത്രമല്ല, സാധാരണ ഈ ഷെയ്ഖുമാരും അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഏതായാലും ഒരു ചിരകാല സുഹൃത്തിനെ പോലെ കൈ തമ്മിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. കുറേ കാര്യങ്ങൾ ചോദിച്ചു, മണിക്കൂറുകളോളം. എന്നിട്ട് പാലസിലേക്ക് വരണം, ഞാനൊരു ദിവസം കൊണ്ടുപോകാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് തന്നു. എനിക്ക് നിങ്ങളുടെ CD-യും പെൻഡ്രൈവുകളൊക്കെ വേണം, ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളും വേണം. എനിക്ക് നിങ്ങളുടെ 1.5 മണിക്കൂർ പ്രഭാഷണം വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ UAE-യിലെ പാരൻസിന് കൊടുക്കേണ്ടത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങി ഒരു അവിസ്മരണീയവും അചിന്ത്യവുമായിട്ടുള്ള, ചിന്തിക്കാൻ പോലും പറ്റില്ല ഇതേമാതിരിയുള്ളവരുടെ നമ്മളോടുള്ള പെരുമാറ്റം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. വളരെ ഗംഭീരായിരുന്നു, വളരെ വളരെ ഗംഭീരായിരുന്നു. ഇത്രയും സമയവും ഒരുമിച്ചിരുന്ന് ചിരകാല സുഹൃത്തുക്കളെ പോലെ ഫ്രം A to Z ചോദിച്ചറിയുകയും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയെക്കുറിച്ച് അറിയിക്കുകയും എല്ലാം ചെയ്തപ്പോഴും ജാതിയോ മതമോ രാജ്യത്തിന്റെ അതിർത്തികളോ അല്ല, സാംസ്കാരിക മൂല്യങ്ങളിലെ പോയിന്റുകളാണ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങള്, ബ്രിഡ്ജസ് എന്ന് നേരിട്ട് എനിക്ക് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഫേഷ്യൽ എക്സ്പ്രഷനിലും ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരുമൊക്കെ അതേപോലെ തന്നെ നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങി. ഇയാളെ എങ്ങനെ എത്രയധികം ബഹുമാനിക്കുന്നു എന്നുള്ള രീതിയിലായതുകൊണ്ടായിരിക്കാം. ഇത് ലാസ്റ്റ് വരെ ആ സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ എല്ലാം തീർന്നത് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് തന്നൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഒരു തരത്തില് നിരന്തര 10-40 പ്രാവശ്യമെങ്കിലും UAE ഞാൻ പോയിട്ടുണ്ട്. ദുബായിലേക്കും അബുദാബിയിലേക്കും അലൈനിലേക്കും ഷാർജയിലേക്കും എല്ലാം പോയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തുള്ള കുവൈറ്റിലേക്ക് 2 മാസം മുമ്പ് പോവുകയാണ് ചെയ്തത്. ബഹറിലേക്ക് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, ഒമാനിലേക്കൊക്കെ. പക്ഷെ അവിടെ എല്ലാ സ്ഥലത്തും അംബാസിഡർമാര്, ഇന്ത്യൻ അംബാസിഡർമാര് അധ്യക്ഷം വഹിക്കാറുണ്ട്, സ്വാഗതം പറയാറുണ്ട്. നമ്മളുടെ പ്രഭാഷണം കേൾക്കാൻ ഓരോരുത്തരും മാറി മാറി വന്ന് 5 ദിവസം പ്രഭാഷണം ഉണ്ടെങ്കിൽ 5 കൗൺസിലർമാര്, അംബാസിഡർമാര് വന്നിരിക്കാറുണ്ട്. തീരുന്നത് വരെ കേട്ടിട്ടേ പോകാറുള്ളൂ. അവര് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിന്റെ പാട്രൺസ് ആയിട്ട്. ഇന്ത്യൻ അംബാസിഡർമാർ തന്നെ ആയിരിക്കാറുള്ളത്. എംബസിയിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ക്ലാസ്സും കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ദുബായിലെ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് 4 മണിക്കൂറായിരുന്നു ക്ലാസ്, ക്ലോസ്ഡ് ഡോർ. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് തികച്ചും ഈ ഡോക്ടർ അബ്ദുൾ റഹ്മാനുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയും അദ്ദേഹത്തിന്റെ പാലസിലേക്ക് വരണം, അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ പാലസിലേക്ക്, അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ പോലെ CEO ആണ്, അവിടേക്ക് വരണം, ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞതും ഒരു ധന്യമായ അനുഭവ പരമ്പരയായിട്ട് തോന്നുന്നു. മറ്റ് കാനഡയിൽ പോയപ്പോൾ ഇന്ത്യൻ അംബാസിഡർ അവിടുത്തെ ഗസ്റ്റിനെ പോലെ കണക്കാക്കിയിട്ട് എംബസിയുടെ കാറ് വേണമെങ്കിൽ വിട്ടുതരാമെന്ന് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ അംബാസിഡർ നമുക്ക് ഫുഡൊക്കെ ഹോസ്റ്റ് ചെയ്തിരുന്നു കാനഡയിൽ, വാങ്കൂവറിൽ വെച്ച്. എന്നാലും ഇവിടെ UAE അബുദാബിയിൽ ഉണ്ടായ അനുഭവം അത് ഒരു തരത്തിൽ അവിസ്മരണീയമായി, പ്രത്യേകിച്ച് ഈ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുമായി കണ്ടതും ചർച്ച ചെയ്തതുമെല്ലാം ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഭാരതീയ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അത് വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്, ഹിന്ദുത്വമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്, പിന്തിരിപ്പനായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്, അതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. അവരെല്ലാം അവിടെ ഇരിക്കുമ്പോഴും ഈ ലോകം ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് ഇത്രയും കാര്യം പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.